ഹലോ ഡിയേഴ്സ്, കുറേ ദിവസമായില്ലേ? പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വോയിസ് ഒന്നും ഇല്ലായിരുന്നു. അതാട്ടോ വ്ളോഗ് ഇടായിരുന്നത്. ചലഞ്ഞി ഫുൾ ഡേ വ്ളോഗ് ഇടും. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. നമ്മളൊരു സ്ഥലം വരെ പോകാൻ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ? വീട്ടിലേക്ക് ഒരു അതിഥിനെ വാങ്ങാൻ പോകും. ഞാനും എൻ്റെ ഒക്കെയായിട്ട് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ പോയത് റോളയിലുള്ള പെറ്റ് ഷോപ്പ് കേട്ടോ. ഇവിടെ എന്തായാലും വരണേ നിങ്ങൾക്ക് പെറ്റിനെ വേണ്ടാന്നില്ലെങ്കിലും ഒന്ന് വന്ന് കാണാൻ വേണ്ടി വരണേ. എന്തോരം ബേർഡ്സാന്ന് പറയാം, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ കണ്ണും പീക്കൊക്കെ നോക്കി എന്ത് രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ കണ്ടു നിൽക്കാൻ. തൊടാനും പിടിക്കാനൊന്നും ഇഷ്ടമല്ലേ. നമ്മളെ തറവാട്ടിൽ ഇങ്ങനത്തെ കുറേ പ്രാവുകളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അപ്പാപ്പ വളർത്തിയിരുന്നു. എന്തോരം കൂടുകളും സാധനങ്ങളും കളി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കിയിരുന്നു മൂപ്പര്. ഞാൻ ഇത്തിയാൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിനെടുക്കും ഭക്ഷണം കൊടുക്കാനും കയ്യിൽ വെച്ച് മേത്തൊക്കെ വെച്ച് എന്തൊക്കെ കട്ടിക്കുട്ടവർ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവരും. ഞാനത് തൊടുമൊന്നുമില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. പക്ഷെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ ആമകളൊക്കെ വീട്ടിൽ വളർത്തുന്നുണ്ട്. എന്തായാലേ എന്ത് രസമാണെന്നറിയോ. അതുപോലെ എനിക്ക് പൂച്ചനെ വളർത്താൻ ഭയങ്കര പൂതിയിരുന്നു കേട്ടോ. വീട്ടിലെന്നും കെഞ്ചും, ഒരു സമ്മതിച്ചില്ല. കുട്ടികൾക്ക് സുഖമില്ലാതാവുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം പൂച്ചനൊക്കെ ഒരു കടി കിട്ടി മക്കളെ. അന്ന് 9 സൂചിയെ കുത്തി. അതോടെ എന്തായി, പൂച്ചകളോടുള്ള പ്രേമവും പോയി. ഇവിടെ മയിലും ആമയും എന്തൊക്കെയാണ് വളർത്തുന്നത് വീട്ടിൽ എന്നറിയില്ല. നല്ല രസമുണ്ടല്ലേ. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നമ്മൾ മേടിക്കുക വന്ന സാധനം ഇതാണ്. ഇതാകുമ്പോൾ കൊത്തൂല്ല, കടിക്കൂല, ഒന്നും ചെയ്യില്ലല്ലോ. ഇതാണ് നമുക്ക് പറ്റിയ സാധനം. അങ്ങനെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കളർഫുൾ മീനുകളുണ്ടായിരുന്നു. എന്നാൽ ഏതാ മേടിക്കാന്നല്ല കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 4 കളർഫുൾ ഫിഷ് മേടിച്ചു കേട്ടോ. മീൻ മേടിക്കുമ്പോൾ ഇത് പെട്ടെന്ന് മരിക്കുമോ എന്നാണല്ലോ പേടി. അപ്പോൾ ഇവർ പറഞ്ഞു ഇത് കുറേ കാലം നിൽക്കും. അതിനൊരു ട്രൈ അടിക്കാൻ വേണ്ടി ഞങ്ങൾ 4 മേടിച്ചിട്ടോ. ഇൻഷാ അള്ളാ കുറച്ച് കല്ലുകളും ലൈറ്റ്സൊക്കെ വെച്ച് സെറ്റാക്കണം. ഞങ്ങൾക്ക് ഈ സംഭവം വെക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ. ഈ വയറ് പുറത്ത് കാണത്തിടണ്ട. ഞങ്ങളത് ഉള്ളിലിട്ടിട്ട് എത്ര ട്രൈ ഇട്ടും വെള്ളം വരുന്നില്ല. അവസാനം ഞങ്ങൾ തോറ്റ് പിന്മാറിയിട്ടോ. പിന്നെ കുറച്ച് ഫുഡൊക്കെ ഇട്ടെടുത്ത് ഞങ്ങളെ വീട് അതിന് ഇഷ്ടമായി തോന്നുന്നുണ്ടായിരുന്നു. ഇനി ഇക്കാനോട് തെറ്റിയവരോട് സംസാരിച്ചിരിക്കാമല്ലോ അല്ലേ. എന്നാൽ പിന്നെ ബായ്.